ഇക്വേഷൻസ് ഓഫ് മോഷൻ ആൻഡ് കോൺസ്റ്റൻസ് ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ സെൻട്രൽ ഫോഴ്സ് മോഷനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. വൺ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം ക്യാപിറ്റൽ എൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്മോൾ എൽ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ എനർജി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഫോഴ്സ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 12. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അതേ നൊട്ടേഷൻസ്. ആൻഡ് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടേം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 13. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഐ ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മ്യൂ റെഡ്യൂസ്ഡ് മാസ് ആണ്. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ എമ്മിന് പകരം റെഡ്യൂസ്ഡ് മാസ് ആണ്. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടിനെ ഡിനോട്ട് ചെയ്യണം, അതായത് വെലോസിറ്റിയുടെ ടേം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അതാണ് ഇക്വേഷൻ നമ്പർ 12. എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടേം ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ആർ. ഇക്വേഷൻ നമ്പർ 13. ഈ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 13 എന്താവും? ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ആർ അല്ലേ. വി സ്ക്വയറിന് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഹാഫ് മ്യൂ വി സ്ക്വയറിന് പകരം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനർജി ഇത് കൈനറ്റിക് എനർജിയുടെ ടേം, നേരത്തെയുള്ള പൊട്ടൻഷ്യൽ എനർജി ബാക്കിയുള്ള ടേം പ്ലസ് യു ആർ. അപ്പോൾ ഇക്വേഷൻ 12ൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 12 എന്തായിരുന്നു? എൽ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് അല്ലേ. എൽ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. അതിന്ന് തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? എൽ ബൈ മ്യൂ ആർ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ ആർ സ്ക്വയർ. ദെർഫോർ എനർജി ബിക്കംസ്, ഇവിടെ വീണ്ടും തീറ്റ ഡോട്ടിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ ആർ സ്ക്വയർ. തീറ്റ ഡോട്ട് സ്ക്വയർ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൽ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ ആർ റേസ് ടു 4. അവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു മ്യൂ ഉണ്ട്, അത് വെട്ടിപ്പോവും അല്ലേ. ഡിവൈഡഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ വരും. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് യു ആർ. ഈ ആദ്യത്തെ ടേം ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ടേം അല്ലേ. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ട്. പിന്നെ അത് കൂടാതെ എൽ ബൈ 2 മ്യൂ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേമും കൂടി വരുന്നുണ്ട്. എൽ ബൈ 2 മ്യൂ ആർ സ്ക്വയർ ഈസ് കോൾഡ് ദ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് യു ആർ ഈസ് ദ ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള ഈ ടേമും ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി യു എഫക്റ്റീവ് അതും കൂടി ചേർന്നിട്ടാണ് യു എഫക്റ്റീവ് എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ എനർജി ടേം. വി കോൾ ഇറ്റ് ആസ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം വരാം. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഇക്വേഷൻ 13 എന്ന് പറഞ്ഞാൽ എനർജിയുടെ ടേമിൻ്റെ ഫോം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയിൽ ഇപ്പോൾ 2 ടേമായി, സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി പിന്നെ ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി. നൗ വി ക്യാൻ ഗോ ഫോർ സോൾവിങ് ഇക്വേഷൻ 12 ആൻഡ് 16. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എൽ ബൈ മ്യൂ ആർ സ്ക്വയർ. അതായത് ഇക്വേഷൻ 12 ഇക്വേഷൻ 16 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ആർ ഡോട്ടിനെ മാത്രം നമ്മൾ വേർതിരിച്ചെടുക്കുക. ആ ഇക്വേഷന് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ്. ഈ യു എഫക്റ്റീവ് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആർ ഡോട്ട് സ്ക്വയറിനെ അവിടെ നിർത്തുക. ആർ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2 ബൈ മ്യൂ ഇൻറ്റു ഇ മൈനസ് യു എഫക്റ്റീവ്.
ആർ ഡോട്ട് സ്ക്വയർ കിട്ടി. ആർ ഡോട്ട് is equal to സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ടേം, സ്ക്വയർ റൂട്ട് ഓഫ് 2/μ e മൈനസ് യു എഫക്റ്റീവ്. ആർ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dr/dt ആണ് അല്ലേ. ദറ്റ് ഈസ് dr/dt is equal to സ്ക്വയർ റൂട്ട് ഓഫ് 2/μ e മൈനസ് യു എഫക്റ്റീവ്. ദെൻ dt is equal to dt ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ dt is equal to dr/ സ്ക്വയർ റൂട്ട് ഓഫ് 2/μ e മൈനസ് യു എഫക്റ്റീവ്. ഓക്കെ, ഡി ടി കിട്ടിക്കഴിഞ്ഞാൽ ടി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. നേരത്തെ ഇക്വേഷനിൽ ഡി ടി is equal to ആയിരുന്നു, ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ടി is equal to integral from r0 to r dr/ square root of 2/μ e minus u effective r, where r is the position vector of the particle at time t, and after performing the integration we get t equal to t of r. അതിനെ നമുക്ക് റിവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് സൊല്യൂഷൻ ഫോർ ആർ കിട്ടും. ഈ ഇക്വേഷനെ റിവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഡി ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ഫോർ ആർ കിട്ടും, പൊസിഷൻ വെക്ടറിൻ്റെ സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ 12 നിന്ന് നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി is equal to L by mu r square ആണ് അല്ലേ. അപ്പോൾ ഡി തീറ്റ is equal to L ഡി ടി ബൈ mu r square. ഈ ഡി ടി പുറത്തേക്ക് കൊണ്ടുപോയി ഡി തീറ്റ is equal to L ഡി ടി ബൈ mu r square. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ദ ലിമിറ്റ്സ് തീറ്റ ടു തീറ്റ 0. ഇവിടെ എൽ എച്ച് എസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരും. ഇൻ്റഗ്രൽ ഫ്രം തീറ്റ 0 ടു തീറ്റ ഡി തീറ്റ is equal to റൈറ്റ് ഹാൻഡ് സൈഡിലെ വേരിയബിൾ ഡി ടി ആണ്. അപ്പോൾ അതിന് ടൈമിൻ്റെ ലിമിറ്റ്സ് ആണ് കൊടുക്കേണ്ടത് 0 ടു ടി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തീറ്റ മൈനസ് തീറ്റ 0 is equal to L by mu ഇൻ്റഗ്രൽ ഫ്രം 0 ടു ടി ഡി ടി ബൈ ആർ സ്ക്വയർ ഓഫ് ടി. ഇതും ഇവിടെ കിട്ടിയ ആർ ടീൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ തീറ്റ ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ ടി കിട്ടും. ആർ ടി ആൻഡ് തീറ്റ ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം, ടൈമിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആർ ആസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ വിച്ച് ഗീവ്സ് ദ ട്രജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി കാണാൻ വേണ്ടി ഇതാണ് മെത്തേഡ്. ഇപ്പം നമ്മൾ സെൻട്രൽ ഫോഴ്സ് മോഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫോഴ്സിനെ ഇക്വേഷൻ ഉപയോഗിച്ചില്ല. സാധാരണ നമ്മൾ ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ വെച്ചിട്ടാണ് ചെയ്യുക ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചില്ല, പകരം എനർജിയാണ് ഉപയോഗിച്ചത്. ഈ എനർജിയിൽ നിന്ന് നമുക്ക് ഫോഴ്സിലേക്ക് എത്തിച്ചേരാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എനർജി ഈക്വൽ ടു ഹാഫ് മ്യൂ വി സ്ക്വയർ പ്ലസ് യു ആർ. ഇതിനെ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി ഇ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഹാഫ് മ്യൂ വി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വി സ്ക്വയറിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, വി ഡോട്ട് വി എന്ന് എഴുതി, പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് യു ആർ. ഹാഫ് മ്യൂ ഡി ബൈ ഡി ടി ഓഫ് വി ഡോട്ട് വി. വി ഡോട്ട് വിനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ടേം എന്ത് വരും? ഹാഫ് മ്യൂ ടു വി ഡി വി ബൈ ഡി ടി എന്ന് വരും അല്ലേ. ടി ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ടു വി ഡി വി ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് ഡി യു ബൈ ഡി ടി. ടൂവും ടൂവും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഡി യു ബൈ ഡി ടിനെ നമ്മൾ മാറ്റി എഴുതും ഡി യു ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെ വെലോസിറ്റിയിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ മാറ്റി എഴുതിയത് നമ്മൾ. അപ്പോൾ ഇവിടെ ഡി യു ബൈ ഡി ആർ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡി ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മ്യൂ ടു ക്യാൻസലായിപ്പോയി, മ്യൂ ഡി വി ബൈ ഡി ടി ഇൻറ്റു വി പ്ലസ് ഡി യു ബൈ ഡി ആർ ഇൻറ്റു വി. വി പുറത്തേക്ക് എടുത്തൂടെ. പിന്നെ കൺസർവേറ്റീവ് സിസ്റ്റം ആകുമ്പോൾ ഡി ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. എനർജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എനർജിയുടെ ടൈം ഡെറിവേറ്റീവ് 0. ദറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു നേരത്തെ ഇക്വേഷനിൽ മ്യൂ ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ആർ ഇൻറ്റു വി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ വി 0 അല്ല, വെലോസിറ്റി 0 അല്ലാത്തതുകൊണ്ട് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ 0 ആവാൻ പറ്റിയത് മ്യൂ ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ആർ.
mu dv/dt plus du/dr is equal to 0 എന്ന് കിട്ടും. therefore mu dv/dt is equal to minus du/dr. ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. mu dv/dt എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്. മാസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. F is equal to ma. അപ്പോൾ F is equal to minus du/dr.